മുഖ്യമന്ത്രിക്ക് ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുക എന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് CM വിത്ത് മീ. ചോദിക്കുക, മുഖ്യമന്ത്രിക്ക് ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് CM വിത്ത് മീ. അതുപോലെ മുഖ്യമന്ത്രിക്ക് ടെലിവിഷനിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നാം മുന്നോട്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ 8 സാക്ഷരത എന്ന് പറഞ്ഞാൽ അതാത് സ്ഥലങ്ങളിലെ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനുമുള്ള അറിവാണ് സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓർത്ത് വെച്ചുകൊള്ളുക, സാക്ഷരത. ഒരു സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ജില്ല എറണാകുളമാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ പട്ടണം കോട്ടയമാണ്. അതുപോലെ തന്നെ 2024-25 ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ചത് ഇടുക്കി ജില്ലാ പഞ്ചായത്തിനാണ്. 2024-25 കാലഘട്ടത്തിലെ ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്താണ്. അതുപോലെ തന്നെ നമ്മളൊരു സാക്ഷരത എന്നുള്ള സാക്ഷരത പഠിപ്പിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? പ്രേരക്. എന്താണ്? സാക്ഷരത പഠിപ്പിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് പ്രേരക്. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ 8.